ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് ഉത്തരകാശിയിൽ ഉത്തരാഖണ്ഡിലുണ്ടായ മേഘവിസ്ഫോടനം തന്നെയാണ്. വലിയ ദുരന്തമാണ് ആ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോഴും നിരവധി ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് റോഡുകളൊക്കെ തകർന്നു പോയിരിക്കുന്നു. വലിയ പ്രതിസന്ധിയാണ്. രക്ഷാപ്രവർത്തകർക്ക് സ്ഥലത്ത് എത്താൻ പോലും അതീവ ദുഷ്കരമായ സാഹചര്യം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. സംസ്ഥാന ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും കരസേനയുടെയും ഒക്കെ നേതൃത്വത്തിലാണ് വിവിധ സംഘങ്ങളായി തെരച്ചിൽ പുരോഗമിക്കുന്നത്. കടാവർ നായ്ക്കളടക്കം തെരച്ചിലിന്റെ ഭാഗമായി അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട്. മേഘവിസ്ഫോടനത്തിൽ 100-ലധികം ആളുകളെ കാണാതായിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത്. സിബിയാണ് നമ്മളോടൊപ്പം വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. നോക്കാം എന്താണ് ഉത്തരാഖണ്ഡിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. സിബി, ഗുഡ് മോർണിംഗ്. ഉത്തരാഖണ്ഡിൽ വലിയ നാശനഷ്ടമാണ്, വലിയ ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത്. ഉത്തരകാശിയിൽ മേഘവിസ്ഫോടനം, 100-ലധികം ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുവെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. കാലാവസ്ഥയും ഒപ്പം തന്നെ റോഡുകളൊക്കെ തകർന്നതും രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമാക്കുന്നുണ്ട്. മനു, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 ധാരാലിയിൽ ഇത്ര വലിയൊരു മേഘവിസ്ഫോടനം ഉണ്ടാകുകയും വലിയ മലവെള്ളപ്പാച്ചിൽ ഒഴുകി വരുന്നതും നിരവധി വീടുകളും ഒരു നഗരമാകെ നിരവധി കെട്ടിടങ്ങൾ ഒരു ഗ്രാമമാകെ തുടച്ചു നീക്കിക്കൊണ്ട് പോകുന്ന ഭീകരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. എന്തായാലും വലിയ ആഘാതമാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ഉണ്ടായിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ ഈ ഒരു മഴ സീസണിൽ നിരവധി മേഘവിസ്ഫോടനം ഉണ്ടാകുകയും നിരവധി പേർ മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്നലെ ഉച്ചയ്ക്ക് 1:45 ഉത്തരകാശിയിലെ ധാരാലിയ മേഖത്ത് ഇത്തരത്തിലൊരു മേഘവിസ്ഫോടനം ഉണ്ടാകുകയും ഇപ്പോൾ 100-ലധികം പേരെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇന്നലെ തന്നെ അവിടെ തൊട്ടടുത്തുള്ള സൈനിക ക്യാമ്പ് അടക്കം ഒലിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിൽ ഈ ധാരാലിയ മേഖല, അതായത് നിരവധി പർവ്വത മേഖലയായ ഹർസിലിനടുത്തുള്ള ഹർസിലിൽ നിന്നാണ് ഈ ഒരു വലിയ രീതിയിലുള്ള മേഘവിസ്ഫോടനം ഉണ്ടാകുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാക്കുകയും ചെയ്തത്. പിന്നീട് കെട്ടിടങ്ങൾ 25ഓളം കെട്ടിടങ്ങളും അതോടൊപ്പം തന്നെ നിരവധി ഹോം സ്റ്റേകൾ, ടൂറിസ്റ്റുകളെല്ലാം താമസിക്കുന്ന ഗംഗോത്രി വഴിയിലുള്ള മേഖലയാണിത്. അതുകൊണ്ട് നിരവധി ടൂറിസ്റ്റുകളെല്ലാം താമസിക്കുന്ന ഹോം സ്റ്റേ അടക്കം ഇത്തരത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. തൊട്ടടുത്ത് സൈനിക ക്യാമ്പ് ഉണ്ടായിരുന്നു. അതിന് മുകളിലും മറ്റൊരു മേഘവിസ്ഫോടനം ഉണ്ടായി. അവിടെയും ആ സൈനിക ക്യാമ്പിൽ 11ഓളം സൈനികരെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. 5 സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയൊരു ആൾനാശവും നാശനഷ്ടവുമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ആ ഒരു രക്ഷാപ്രവർത്തനം ഏറ്റവും ദുഷ്കരമാകുന്നത് അവിടെ റോഡുകളെല്ലാം തന്നെ പൊട്ടി പോയ അവസ്ഥയാണ്. അതുകൂടാതെ നിരവധി കല്ലും മണ്ണും നിറഞ്ഞ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുമ്പോൾ അനുകൂലമല്ലാത്ത കാലാവസ്ഥയെല്ലാം തന്നെയും പ്രതികൂലമാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അവിടെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും അതുകൂടാതെ കരസേനയും അതോടൊപ്പം തന്നെ ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് എല്ലാ നിലയും സംയുക്തമായാണ് അവിടെ ഇപ്പോൾ പരിശോധന തുടരുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് അവിടെ ഈ ധാരാലിയ മേലേക്ക് എത്തും എന്നുള്ളതാണ് അറിയുന്നത്. അതുകൂടാതെ വ്യോമ സഹായം തേടിയിട്ടുണ്ട്. ഇന്ന് ഇത്തരത്തിൽ വിമാനങ്ങളുടെ അല്ലെങ്കിൽ ഈ നാവികസേനയുടെ എല്ലാം തന്നെയും സഹായം തേടി അത്തരത്തിൽ എയർലിഫ്റ്റിംഗ് അടക്കമുള്ള രക്ഷാപ്രവർത്തനം ഉൾപ്പെടെ എല്ലാം ഇന്നിപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. വലിയ രക്ഷാപ്രവർത്തനം ഇപ്പോൾ കൈകോർത്തുകൊണ്ട് തുടരുകയാണ്. പക്ഷേ എങ്കിൽ പോലും ഞാൻ ആ ദൃശ്യങ്ങൾ ഇങ്ങനെ ഇപ്പോൾ സ്ക്രീനിൽ കാണുകയായിരുന്നു. അതീവ ഭീകരമാണ്. ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ നമ്മൾ ഭയപ്പെട്ടു പോകും. അതായത് കുത്തിയൊലിച്ച് കെട്ടിടങ്ങളോടെ ഉയരത്തിലെത്തുന്ന വെള്ളം കെട്ടിടങ്ങളെ അടക്കം തകർത്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതീവ ഭീകരമായ ഒരു സാഹചര്യം. വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇതിൽ നിന്ന് കരകയറി എത്തുക എന്നത് നമുക്കറിയാം. ഇപ്പോൾ മരണസംഖ്യ 4 പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് ഉയരാനുള്ള സാധ്യതകൾ കാണുന്നില്ലേ? ഒപ്പം തന്നെ വ്യാപക നാശനഷ്ടം, റോഡുകളും കെട്ടിടങ്ങളും ഒക്കെ തകർന്നു പോയിരിക്കുന്നു. മനു, തീർച്ചയായും വ്യാപക നാശനഷ്ടവും മരണസംഖ്യയും കൂടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആ ഒരു ദൃശ്യങ്ങൾ കാണുന്നത് അത്രത്തോളം ദുരന്തത്തിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ രീതിയിൽ കുത്തിയൊലിച്ചു വരുന്ന ആ മലവെള്ളപ്പാച്ചിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളും ഹോം സ്റ്റേകളും എല്ലാം തന്നെ ഒരു ഗ്രാമം ഒന്നാകെ ഒലിച്ചു പോകുന്ന കാഴ്ച നമുക്ക് ആ വീഡിയോകളിൽ കാണാം. അതുകൊണ്ട് തന്നെ നാശനഷ്ടവും ആൾനാശനഷ്ടവും മറ്റുള്ള നാശനഷ്ടവും എല്ലാം തന്നെയും അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമുക്കിപ്പോൾ അളക്കാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു.
2 മേഘവിസ്ഫോടനം ഉണ്ടായി എന്നുള്ളതാണ് ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി ഒന്നുകൂടി വർദ്ധിപ്പിച്ചത്. അതായത് രണ്ടാം തവണ മറ്റൊരു മേഘവിസ്ഫോടനം കൂടി ഉത്തരാകാശിലെ സുഖി പ്രദേശത്തും ഉണ്ടായി. അവിടെയും ഈ സൈനിക ക്യാമ്പ് ഉൾപ്പെടെയുള്ള പ്രദേശമായിരുന്നു. അവിടെയും സൈനിക ക്യാമ്പ് തന്നെ ഒലിച്ചു പോവുകയും 11ഓളം സൈനികരെ കാണാതായി എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ഖീർഗംഗ നദിയുടെ വൃഷ്ടിപ്രദേശത്തുള്ള മേഘവിസ്ഫോടനമാണ് ഈ ഒരു വലിയ പ്രളയത്തിലേക്ക് നയിച്ചത്. അത്തരത്തിൽ ഒരു വലിയ പ്രളയം കൂടി ഉണ്ടായതുകൂടി അവിടെ നാശനഷ്ടവും ആൾനാശമില്ല, അതിന് ഉയരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം ദുഷ്കരമാകുന്നത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ട സജ്ജീകരണങ്ങൾ അവിടെ എത്തിക്കാനുള്ള ഒരു റോഡുകളോ പാതകളോ ഒന്നും തന്നെ ഇല്ല. എല്ലാം തകർന്ന അവസ്ഥയിലാണ്. കല്ലും മണ്ണും നിറഞ്ഞ അവസ്ഥയിൽ അങ്ങോട്ടേക്ക് ചെല്ലാത്ത കഴിയാത്ത അവസ്ഥയാണ്. ഇന്നും 9 ജില്ലകളിൽ അവിടെ റെഡ് അലർട്ട് ഉണ്ട്. അതുകൂടാതെ സ്കൂളുകൾക്കും അംഗൻവാടികൾക്കും കോളേജ് ഉൾപ്പെടെ എല്ലാം തന്നെയും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ 4 ജില്ലകളിൽ തീർത്തും വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും അതോടൊപ്പം തന്നെ അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ദുരന്തമാണ് ഉത്തരാഖണ്ഡിനെ ബാധിച്ചിരിക്കുന്നത്. ഈ ഒരു മഴ സീസൺ നോക്കിക്കഴിഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ നിരവധി പ്രളയങ്ങളുണ്ടായി, നിരവധി പേർ ഇത്തരത്തിൽ മരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അല്ല, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സിബി. ഈ ഒരു മഴക്കാല സീസൺ എടുക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിൽ പലതവണ ഇത്തരത്തിൽ മിന്നൽ പ്രളയങ്ങൾ, മേഘവിസ്ഫോടനങ്ങളൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായും മഴയുടെ ഒരു ജാഗ്രതയുടെ ഭാഗമായി ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ കൂടി സൂക്ഷിക്കണം എന്ന നിർദ്ദേശങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ ആളുകളെ മാറ്റിപ്പാർപ്പിക്കണമെങ്കിൽ അങ്ങനെ അതൊക്കെ സ്വീകരിച്ചിരുന്നോ? മനു, അത്തരത്തിൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന രീതിയിലുള്ളൊരു മുൻകരുതലോ അല്ലെങ്കിൽ മുന്നറിയിപ്പോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാരണം നമുക്കറിയാം, ആ വീഡിയോ ദൃശ്യങ്ങൾ തന്നെ ആളുകളുടെ കൂട്ടക്കരച്ചിലെല്ലാം തന്നെ നമുക്ക് കൃത്യമായി കേൾക്കാം. ആളുകൾ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നില്ല. മാറ്റിപ്പാർപ്പിച്ചിരുന്നെങ്കിൽ ഇത്രത്തോളം 100ഓളം പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. എന്തായാലും ഉത്തരാഖണ്ഡിൽ ഈ ഒരു മഴ സീസണിൽ മാത്രമേ എത്രയോ മേഘവിസ്ഫോടനമാണ് ഉണ്ടായത്. ആ വിസ്ഫോടനത്തിലെല്ലാം തന്നെയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇത് സമാനമായ രീതിയിൽ തന്നെ ആവർത്തിക്കുമ്പോഴും ഈ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പ് ഇത്തരത്തിൽ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹിമാചൽ, ഉത്തരാഖണ്ഡ് മേഖലയിലൊക്കെ ഈ ഒരു മഴ സീസൺ സമയത്ത് നിരവധി മേഘവിസ്ഫോടനവും അതുപോലെ തന്നെ പ്രളയമൊക്കെ ഉണ്ടാകുന്ന, എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. വലിയ നാശനഷ്ടമാണ് ഈ ഒരു 2 സംസ്ഥാനങ്ങളിലും ഈ ഒരു മഴ സീസൺ ആകുമ്പോൾ ഉണ്ടാകുന്നത്. ഈ തവണ അത് ഒന്നുകൂടി വർദ്ധിച്ചുകൊണ്ട് ദുരന്തം വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഭീകരമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 100-ലധികം പേരെ കാണാതായി എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ വ്യോമസേനയുടെ മറ്റും സഹായം തേടിയിട്ടുണ്ട്. അതുകൂടാതെ കൂടുതൽ സേനകൾ എല്ലാം സംയുക്തമായുള്ള ഒരു തെരച്ചിൽ ഊർജിതമാക്കുകയാണ്. ഇതുവരെ 4-5 പേരുടെ മരണം മാത്രമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബാക്കിയുള്ളവരാരും തന്നെയും കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഈ 100-ലധികം പേർ ഒരുപക്ഷെ മണ്ണിനടിയിലോ അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ കുടുങ്ങിക്കിടക്കുകയാകാം എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും മണിക്കൂറിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരും. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അവിടെ എപ്പോഴും പ്രതികൂലമായ കാലാവസ്ഥയും ഈ രക്ഷാപ്രവർത്തനത്തെ വളരെയധികം ദുഷ്കരമാക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും മനുഷ്യസാധ്യമായ എല്ലാ സംവിധാനവും ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.